നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ആദ്യം പ്രധാന വാർത്തകൾ. കതിരൂർ മനോജ് വധക്കേസിൽ ടി.ഐ. മധുസൂദനെ പ്രതിചേർത്തത് ഗൂഢോദ്ദേശത്തോടെയാണെന്ന് CPIM. സംഭവത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ നടന്ന പൊതുയോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഹക്കിം വധം നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി വന്ന വിനോദ് രാമതളിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംയുക്ത സമരസമിതി അംഗം ടി വിശ്വനാഥൻ നിരാഹാരം ആരംഭിച്ചു. തൃക്കരിപ്പൂരിലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. കൂടുതൽ വിശദീകരണങ്ങളുമായി SNDP നേതാക്കൾ തന്നെ രംഗത്ത്. പുതിയങ്ങാടിയിൽ നിന്നും പുതിയവളപ്പ് ഭാഗത്തേക്കുള്ള CK റോഡ് ചെളിക്കുളമായി. പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെ ജനം ദുരിതത്തിൽ. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന SLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊതുകു നശീകരണത്തിനും തവളകളെ സംരക്ഷിക്കാനുമായി വീട്ടിൽ തവളക്കുളമൊരുക്കി പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ മുസ്ലിം ഭവനങ്ങളിൽ മൈലാഞ്ചി അണിഞ്ഞ് മഞ്ചത്തിമാർ. വിശദമായ വാർത്തകളിലേക്ക്. CPIM ഏരിയ സെക്രട്ടറി ടി.ഐ. മധുസൂദനെ CBI കള്ളക്കേസിൽ പ്രതിചേർത്തതിൽ പ്രതിഷേധിച്ച് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. തുടർന്ന് ഗാന്ധി പാർക്കിൽ നടന്ന പൊതുയോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ എന്നിവർ സംസാരിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി.ഐ. മധുസൂദനെ CBI പ്രതിചേർത്തത് ഗൂഢോദ്ദേശത്തോടെയാണെന്നാരോപിച്ചാണ് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗാന്ധി പാർക്കിലേക്ക് നടന്ന പ്രകടനം വർദ്ധിച്ച ജനപങ്കാളിത്തം കൊണ്ട് ആവേശകരമായി. പാർട്ടിയുടെ ഉന്നത നേതാക്കളാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് ഗാന്ധി പാർക്കിൽ നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എതിരാളികൾ ആവനാഴിയിലെ അസ്ത്രങ്ങൾ മുഴുവനും എടുത്ത് പോരാടിയാലും പയ്യന്നൂരിൽ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയാണ് കണ്ണൂരെങ്കിൽ കണ്ണൂരിലെ പാർട്ടിയുടെ ശക്തിദുർഗമാണ് പയ്യന്നൂർ. ഉദ്ഘാടകൻ തുടർന്നു. ഞങ്ങൾ അതാ ഉദ്ദേശിക്കുന്നത്. ഈ പാർട്ടി ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ആരെയെങ്കിലും പിടിച്ച് പ്രതിയാക്കിയാൽ, ആരെയെങ്കിലും ജയിലിലടച്ചാൽ, ആരെയെങ്കിലും ഏതെങ്കിലും രീതി ഇല്ലായ്മ ചെയ്താൽ അവരെല്ലാം തന്നെ ഈ കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാന നേതാക്കന്മാരായതുകൊണ്ട് ബാക്കി എല്ലാവരും തന്നെ ഒഴിഞ്ഞ് അവരെല്ലാം ഭയപ്പെട്ട് കീഴടങ്ങിക്കൊള്ളും, ഭരണകൂടത്തിന്റെ ഭാഗമായി മാറും എന്ന ധാരണയുണ്ടെങ്കിൽ അതിനൊന്നും ഈ പയ്യന്നൂരിലെ പാർട്ടിക്ക് മനസ്സില്ല എന്ന പ്രഖ്യാപനമാണ് ഇന്നത്തെ ഈ രീതിയിൽ പരസ്യമായിട്ട് നടത്തിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. CPM സംസ്ഥാന സമിതി അംഗം MV ജയരാജനും പരിപാടിയിൽ സംസാരിച്ചു. C. കൃഷ്ണൻ MLA അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ V. നാരായണൻ, EP കരുണാകരൻ, അഡ്വക്കേറ്റ് P. സന്തോഷ്, GD നായർ എന്നിവരും സംബന്ധിച്ചു. ഹക്കിം വധം നിരാഹാര സമരം നടത്തിവന്ന വിനോദ് രാമതളിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് സംയുക്ത സമരസമിതി അംഗം T. വിശ്വനാഥൻ നിരാഹാരം ആരംഭിച്ചു. കഴിഞ്ഞ 15 ദിവസമായി സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹ സമരപന്തലിൽ നിരാഹാരമിരിക്കുന്ന CPML സംസ്ഥാന കമ്മിറ്റി അംഗവും സംയുക്ത സമരസമിതി അംഗവും കൂടിയായ വിനോദ് രാമതളിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് സമരസമിതി അംഗവും CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും കൂടിയായ T. വിശ്വനാഥൻ നിരാഹാരം തുടങ്ങി. സംയുക്ത സമരസമിതി നേതാക്കൾ രക്തഹാരം അണിയിച്ച് വിശ്വനാഥനെ സ്വീകരിച്ചു.
സി കൃഷ്ണൻ MLA, GD നായർ, T പുരുഷോത്തമൻ, KV ബാബു, M രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നഗരസഭാ അധ്യക്ഷ KV ലളിത, K രാഘവൻ, അത്തായി ബാലൻ, KV ബാബു, ലാലു തെക്കേത്തലക്കൽ, AB രഞ്ജിത്ത്, വിനോദ് രാമന്തളി എന്നിവരാണ് നിരാഹാര സത്യാഗ്രഹ സമരത്തിൽ ഇതുവരെ നിരാഹാരമിരുന്നവർ. തൃക്കരിപ്പൂരിലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ കൂടുതൽ വിശദീകരണങ്ങളുമായി SNDP നേതാക്കൾ തന്നെ രംഗത്ത്. താഴെത്തട്ടിലെ പാവപ്പെട്ട സമുദായ അംഗങ്ങളോട് തൃക്കരിപ്പൂർ യൂണിയൻ കാട്ടിയത് കടുത്ത വിശ്വാസവഞ്ചനയെന്ന് നേതാക്കൾ. സാമ്പത്തികമായി താഴെത്തട്ടിൽ നിൽക്കുന്ന സമുദായാംഗങ്ങൾക്കായി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള SNDP സംസ്ഥാന സമിതി തയ്യാറാക്കിയത് 6% മാത്രം പലിശയോടുകൂടിയ വായ്പാ പദ്ധതിയാണ്. പിന്നാക്ക സമുദായ കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ യൂണിയനിലേക്ക് വന്ന ലക്ഷങ്ങളാണ് ചില പ്രാദേശിക നേതാക്കൾ തട്ടിയെടുത്തതായി ഇപ്പോൾ ആക്ഷേപം വന്നിരിക്കുന്നത്. യഥാർത്ഥ ഗുണഭോക്താക്കളാകേണ്ടിയിരുന്ന ദരിദ്രരായ സമുദായാംഗങ്ങളുടെ നിരക്ഷരതയെയും അറിവില്ലായ്മയെയുമാണ് ഈ പ്രാദേശിക നേതാക്കൾ മുതലെടുത്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ പെട്ട തന്നെ ലോൺ എടുക്കുന്നത്. നമ്മ കമ്പനിയിലെല്ലാം വീടിയെല്ലാം ധരിച്ചിട്ട് അങ്ങനെയെല്ലാം ധരിച്ച് ജീവിച്ചതാണ്. ഇതുവരെ ആയിട്ട് ഒരു ലോൺ എടുക്കലോ ഒന്നും അറിയില്ല, ബാങ്കിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എനിക്ക്. അങ്ങനെ ആയിട്ട് അവൻ പറഞ്ഞു SNDPയിൽ ഇങ്ങനെ ഒരു ലോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമ്മേളനം വെച്ചിട്ടുണ്ടായിന് കാസർഗോഡ് സമ്മേളനത്തിന് പോയിട്ടാകുമ്പോൾ ആടുന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നതെല്ലാം ഉണ്ടായിന്. നിങ്ങളെല്ലാം പാവപ്പെട്ടവരാണ്, വെള്ളാപ്പള്ളി അങ്ങനെ എല്ലാ വരവുകളും അവിടെ. വെള്ളാപ്പള്ളി അയാളാണ് പ്രസംഗിക്കുന്നത് ഇങ്ങനെ. പിന്നെ നിങ്ങൾ ഇപ്പം വന്നവരെല്ലാം എനിക്കിപ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ട്. ആർക്കും ഒരു കമ്മലോ ഒരു സ്വർണ്ണമോ ഒന്നും ഇല്ല, അല്ല ഇങ്ങനെയില്ല ഇട്ടിട്ട് വന്നവരായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഒരു ലോൺ കൊടുക്കുന്നുണ്ട് ഇടുക. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പോയ വാഹനത്തിൽ വരുമ്പോൾ അതിലില്ല ഒരു വിശംബരം മണിക്കർ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു നിങ്ങൾ ലോൺ അത്ര മറ്റെല്ലാ ബാങ്കിൽ നിങ്ങൾ എന്തെല്ലാം രേഖ കൊണ്ടു കൊടുക്കണം, ഇതാകുമ്പോൾ ഒന്നും വേണ്ട, 6% പലിശ നിങ്ങൾ അടക്കേണ്ടി വരും. എന്നിട്ട് നമുക്കൊരു സമാധാനമായി. കടുത്ത നിബന്ധനകളോടെയുള്ള 12% പലിശയോടുകൂടിയ ബാങ്ക് വായ്പയാണ് ഈ പാവങ്ങളുടെ കയ്യിലെത്തിയത്. വഞ്ചനാപരമായ ഈ പ്രവർത്തനത്തിന് വെള്ളപൂശാൻ യൂണിറ്റ് കൺവീനർമാരുടെ ഒപ്പും കൃത്രിമമായി തയ്യാറാക്കിയെടുത്തു ഈ തട്ടിപ്പു സംഘം. വായ്പാ തട്ടിപ്പ് മാധ്യമ വാർത്തയാവുകയും തട്ടിപ്പിനിരയായവർ തന്നെ അനുഭവ വിവരണങ്ങളുമായി രംഗത്തെത്തുകയും തട്ടിപ്പിനെതിരെ നാടുണരുകയും ചെയ്തപ്പോൾ സമുദായ സംഘടനയൊന്നാകെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഉന്നത സംഘടനാ നേതാക്കൾ തന്നെ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. SNDP തൃക്കരിപ്പൂർ യൂണിയനിൽ SNDP യോഗം അനുവദിച്ച പിന്നോക്ക കോർപ്പറേഷൻ്റെ ലോൺ 10 ലക്ഷം രൂപ വിതരണം ചെയ്യാൻ അനുവദിക്കുകയും അത് വിതരണം ചെയ്യാതെ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിച്ച യൂണിയൻ സെക്രട്ടറി ഉദുനൂർ സുകുമാരൻ എന്ന വ്യക്തിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. SNDPയുടെ തൃക്കരിപ്പൂർ യൂണിയൻ വൈസ് പ്രസിഡന്റ് VV വിജയൻ ഈ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിച്ചു. ബോർഡ് മെമ്പർ K കുഞ്ഞികൃഷ്ണന്റെ വിശദീകരണം ഇങ്ങനെ. ഈ വ്യക്തി യൂണിയന് വേണ്ടി 39 ലക്ഷം രൂപയോളം ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായിട്ടുണ്ട്. ആ പാസ്സായ പൈസ ചില വ്യക്തികൾ ലോൺ പലിശയും കൂടുതലായതുകൊണ്ട് മൊത്തമായി യൂണിയൻ ഓഫീസിൽ വെച്ച് അടക്കുകയും ഈ വ്യക്തി ആ തുക ഇതുവരെ ബാങ്കിൽ അടച്ചതായാലും കാണുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ദിവസം വരെ ഒരു പൈസയും അടച്ചിട്ട് കാണുന്നില്ല. SNDP പിലിക്കോട് ശാഖാ സെക്രട്ടറി മുള്ളിക്കൽ മോഹനൻ ശക്തമായ ഭാഷയിലാണ് ഈ തട്ടിപ്പിനെതിരെ സംസാരിച്ചത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ശാഖാംഗം AV കുഞ്ഞിരാമനും നെറ്റ്വർക്ക് ന്യൂസിനോട് തൻ്റെ നിലപാട് വിശദീകരിച്ചു. SNDPയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഇന്നത്തെ യൂണിയൻ സെക്രട്ടറി ഉദുനൂർ സുകുമാരനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി യൂണിയൻ്റെ കീഴിലുള്ളതായ ശാഖകളുടെ ഭാരവാഹികൾ ഒപ്പിട്ട ഒരു നിവേദനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപ്രകാരം അദ്ദേഹത്തെ ഈ SNDPയിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് തീരുമാനം. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വ്യക്തി ചെയ്ത ഈ തെറ്റിൻ്റെ പേരിൽ SNDP ഉത്തരവാദിയല്ല. ഒരാളും ഇദ്ദേഹവുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുകളും ചെയ്തു പോകരുതെന്നാണ് SNDPക്ക് പറയാനുള്ളത്. പുതിയങ്ങാടിയിൽ നിന്നും പുതിയ വളപ്പ് ഭാഗത്തേക്കുള്ള CK റോഡ് ചെളിക്കുളമായി. പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. റോഡ് അറ്റകുറ്റപ്പണി നടത്താത്ത മാടായി പഞ്ചായത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പുതിയങ്ങാടി CK റോഡ് തകർന്നിട്ട് നാളുകൾ ഏറെയായെങ്കിലും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല.
മഴയെത്തും മുൻപ് റോഡ് തകർന്നിരുന്നു. മഴ കൂടിയെത്തിയതോടെ റോഡ് ചെളിക്കുളമായി മാറി. കാൽനടയാത്ര പോലും സാധ്യമല്ല. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. റോഡ് തകർന്നതോടെ പ്രദേശത്തെ പട്ടികജാതി കോളനിയിലെ കുടുംബങ്ങളും നാട്ടുകാരും ഏറെ ദുരിതത്തിലാണ്. ഓട്ടോറിക്ഷകളും മറ്റും ഇതുവഴി സർവീസ് നടത്തുന്നില്ല. ജനങ്ങൾ യാത്രാ ദുരിതം അനുഭവിക്കുമ്പോഴും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ജനങ്ങൾക്കിടയിൽ ആക്ഷേപമുണ്ട്. കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഒരു ഓട്ടോറിക്ഷ പോലെ പെരുന്നാളായിട്ട് ഒരാൾക്ക് ഇങ്ങോട്ട് വിളിച്ചവരും വരുന്നില്ല. കാരണം ചോദിക്കുമ്പോൾ റോഡിന്റെ വളരെ ശോചനീയാവസ്ഥ പറയുന്നു. ചില പഞ്ചായത്തിന്റെ ഒരു മെമ്പർ ഉണ്ട് ഇവിടെ. അന്ന് ഇലക്ഷനിൽ വന്ന് വോട്ട് ചോദിക്കാൻ വന്നല്ലാതെ പിന്നെ ഇങ്ങോട്ട് റമദാൻ മാസം തീർന്ന ഉടനെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും റിസ്ക് ഫണ്ട് വിതരണവും നടന്നു. പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളാണ്. അപ്പോൾ ഈ തരത്തിലെല്ലാം ഉന്നത വിജയം നേടിയ പരിമിതികളുണ്ടെങ്കിൽ പോലും അവിടങ്ങളിലെല്ലാം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറ്റ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് SSLC+2 ഉന്നത വിജയികൾക്കും SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഹുസാറ്റ് എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 2ാം റാങ്ക് നേടിയ MB ശ്രേയയ്ക്കും വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകി. അനുമോദനത്തിനോടൊപ്പം നടന്ന റിസ്ക് ഫണ്ട് വിതരണം തളിപ്പറമ്പ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോസ് അഗസ്റ്റിൻ നിർവഹിച്ചു. വെള്ളൂർ ബാങ്ക് പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. TP രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പാവൂർ നാരായണൻ, AJ മാത്യു, K സുരേശൻ, KV സുധാകരൻ, AP ഗംഗാധരൻ, K സത്യൻ, PV ലക്ഷ്മണൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാടായി AEO VM രാജീവന് മാടായി ഉപജില്ലയിലെ അധ്യാപകരും സ്കൂൾ അധ്യാപകരും ചേർന്ന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് പരിപാടി TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായ സന്തോഷം ഈ വേളയിൽ പങ്കുവെച്ചുകൊണ്ട് രാജീവ് മാഷ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം മികച്ച പ്രവർത്തനങ്ങളാണ് എക്കാലവും കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് TV രാജേഷ് MLA പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താൻ കല്യാശ്ശേരി മണ്ഡലത്തിലെ സ്കൂളുകളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാടായി ഉപജില്ലയിൽ നിന്നും പയ്യന്നൂരിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന AEO VM രാജീവന് MLA ഉപഹാരം നൽകി. P നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. PK വിശ്വനാഥൻ, TV ചന്ദ്രൻ, AP ജയശ്രീ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. കൊതുകു നശീകരണത്തിനും തവളകളെ സംരക്ഷിക്കാനുമായി വീട്ടിൽ തവളക്കുളം ഒരുക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന തവളകൾക്കിവിടെ സുഖവാസ കേന്ദ്രമാണ്. ഇടവപ്പാതി പൂർണ്ണമായും ചതിച്ചു. മിഥുനത്തിൽ മഴ കോരിച്ചൊരിഞ്ഞില്ല. ഇത്തരമൊരു കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി കണ്ടാണ് പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ 2 വർഷം മുമ്പേ വെള്ളൂരിലെ തന്റെ വീട്ടുമുറ്റത്തൊരു തവളക്കുളം ഒരുക്കിയത്. കാലം തെറ്റിയ കാലാവസ്ഥയിൽ മഴ കുറഞ്ഞെങ്കിലും ഭാസ്കരന്റെ തവളക്കുളത്തിൽ തവളകൾക്കിത് പെരുമഴക്കാലമാണ്. ഭാസ്കരന്റെ തവളക്കുളം പദ്ധതി ജില്ലയിലെ മുഴുവൻ പരിസ്ഥിതി പ്രേമികളുടെ വീട്ടിലും എത്തിക്കാനാണ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ തീരുമാനം. ഇടവമാസത്തിൽ പെയ്യുന്ന മഴയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിലാണ് തവളകൾ പ്രജനനം നടത്തുക. പ്രജനനത്തിന് ശേഷം വെള്ളക്കെട്ടിൽ വളരുന്ന വാൽമാക്രികൾ കൊതുകുകളെയും കൂത്താടികളെയും മറ്റും തിന്നുന്നതോടെ കൊതുകുകളുടെ നശീകരണം ഉണ്ടാവും. പോക്കാച്ചി തവളകൾക്ക് വയലുകളിലും കുണ്ടുകുളങ്ങളിലും ഉള്ള ചെറിയ വെള്ളക്കെട്ടുകളിൽ പ്രജനനം നടക്കുമെങ്കിലും വീടുകൾക്കും കെട്ടിടങ്ങൾക്കുമകത്ത് കഴിയുന്ന മണവാട്ടി തവളകൾക്കും ചൊറിയൻ തവളകൾക്കും വൻ വെള്ളക്കെട്ട് തന്നെ വേണം. ഇത് തിരിച്ചറിഞ്ഞാണ് ഭാസ്കരൻ വീട്ടുമുറ്റത്ത് തവളക്കുളം ഒരുക്കിയത്. കഴിഞ്ഞ വർഷം മുതൽ മഴ വൈകുവാനും കാലം തെറ്റി പെയ്യുവാനും തുടങ്ങിയതോടെയാണ് തവളകളുടെ പ്രജനനകാലം ബുദ്ധിമുട്ടിലാണെന്ന് ഭാസ്കരൻ കണ്ടെത്തിയത്. തുടർന്നാണ് ചെറിയ മഴയിലും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് തവളക്കുളം നിർമ്മിച്ചത്. തവളകളുടെ വംശനാശത്തെ ഗുരുതരമായി ബാധിക്കുന്ന പ്രതിസന്ധിക്കാണ് പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ വീട്ടുമുറ്റത്ത് കുളമൊരുക്കി പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. കൊതുകുകളെ ഇല്ലാതാക്കാൻ സംസ്ഥാനത്ത് കോടികൾ ചെലവഴിക്കുന്ന കാലത്ത് ഓരോ മുറ്റത്തും വൃത്തിയുള്ള തവളക്കുളമൊരുക്കാൻ പഞ്ചായത്തുകൾ തയ്യാറായാൽ കൊതുകുകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഭാസ്കരൻ പറയുന്നു. തവളകളുടെ പ്രജനനവുമായി ബന്ധപ്പെട്ടിട്ട് കാലാവസ്ഥയും മനുഷ്യജീവിതവും മറ്റ് ജീവജാലങ്ങളുടെയും വലിയൊരു ഭക്ഷ്യശൃംഖല ഒരുങ്ങി വരുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ വീടുകളിൽ ഓരോ വീട്ടിലും ചെറിയ ചെറിയ തവളക്കുളങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ
കൊതുക് ശല്യത്തിനെതിരെ പിന്നെ ചെലവിടുന്ന, അതായത് ഫോഗിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കീടനാശിനികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ബാക്കി പലതരത്തിലും ചെലവിടുന്നതിൻ്റെ 1/4 ചെലവ് മതി കൊതുകുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. കോൺഗ്രസ് എസ് നേതാവായിരുന്ന PV ലോഹിതാക്ഷനെ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് എസ് കമ്മിറ്റി അനുസ്മരിച്ചു. ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥിതി ഈ യോഗത്തെ അറിയിക്കുകയും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള പ്രസിഡന്റിനെയും നമ്മുടെ പാർട്ടിയെയും എല്ലാം നല്ല പോലെ സ്നേഹിക്കുന്ന കോൺഗ്രസ് എസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് PV ലോഹിതാക്ഷൻ അനുസ്മരണം കോൺഗ്രസ് എസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. അനുസ്മരണ പരിപാടിയിൽ P. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. KPTA സംസ്ഥാന പ്രസിഡന്റ് KV ദേവദാസ്, ബ്ലോക്ക് പ്രസിഡന്റ് T. രാജൻ, MV ചന്ദ്രൻ, C. ഗോപാലൻ, K. കരുണാകരൻ, NB ബാലകൃഷ്ണൻ, സന്തോഷ് കോറമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപുഴ കാക്കയംചാൽ വളവിൽ അപകട ഭീഷണി ഉയർത്തി വൻമരം. അടിഭാഗം കേടുപിടിച്ച് ദ്രവിച്ച് ഏത് സമയവും നിലംപത്താവുന്ന അവസ്ഥയിലാണ് ഈ തണൽമരം. ദിവസേന എണ്ണമറ്റ വാഹനങ്ങളും അതുപോലെ തന്നെ കാൽനടയാത്രക്കാരും അതിലേറെ വിദ്യാർത്ഥികളും കടന്നുപോകുന്ന ചെറുപുഴ കാക്കയംചാൽ റോഡിലെ കൊടുംവളവിൽ മാനമുട്ടി നിൽക്കുന്ന തണൽമരം ഏതു നിമിഷവും നിലംപതിക്കാൻ തയ്യാറായി നിൽക്കുന്ന പടുവൃക്ഷം. തൊട്ടടുത്ത് 500-ലേറെ കുട്ടികൾ വിദ്യാഭ്യസിക്കുന്ന കാക്കയംചാൽ സെന്റ് മേരീസ് ഹൈസ്കൂൾ. വാഹനങ്ങളിൽ എത്തുന്നതിലുമേറെ വിദ്യാർത്ഥികൾ കാൽനടയായാണ് സ്കൂളിലേക്ക് എത്തുന്നത്. നെഞ്ചിൽ ഒരൽപ്പം ഭയത്തോടുകൂടിയാണ് ഓരോ കുട്ടികളും ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്. ഈ മരത്തിന്റെ അടിഭാഗം പൂർണ്ണമായും കേടുപിടിച്ച് ഒരു കാറ്റു വന്നാൽ ഒടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യാൻ പദ്ധതി നടക്കുന്നുണ്ടെങ്കിലും ഈ വലിയ മരം മാത്രം ആരുടെയും കണ്ണിൽ പിടിച്ചില്ല എന്നതാണ് സത്യം. ഈ മരത്തിനോട് ചേർന്ന് റേഷൻ കടയും മറ്റ് നിരവധി സ്ഥാപനങ്ങളുമുണ്ട്. ഇതുകൂടാതെ തൊട്ടടുത്ത് വൈദ്യുതി ട്രാൻസ്ഫോമറും വൈദ്യുതി ലൈനും കടന്നുപോകുന്നു. വാഹന അപകടങ്ങൾ പതിവായിരിക്കുന്ന ഇവിടെ ഏറെ വിവാദങ്ങൾക്ക് ശേഷം റോഡ് നന്നാക്കിയിട്ട് നാളുകൾ അധികമൊന്നും ആകുന്നില്ല. അപകടത്തിലായ ഈ മരം ഉടനടി ഇവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ വൻ ദുരന്തത്തിനു തന്നെ സാക്ഷിയാകേണ്ടി വരും ഈ പ്രദേശം. അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം ഖേദം പ്രകടിപ്പിക്കുകയും കുടുംബത്തിന് ധനസഹായം നൽകുകയും ചെയ്യുന്ന സർക്കാരിന്റെ സ്ഥിരം ശീലം ഇവിടെയും ആവർത്തിക്കുമോ എന്ന സംശയത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. സിഗ് ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അധാർമികവും അശാസ്ത്രീയവുമായ വികസനത്തിനു വേണ്ടി പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇനി വലിയ ദുരന്ത വാർത്തകളാണ് കേൾക്കാനിരിക്കുന്നതെന്ന് പത്മനാഭൻ മാസ്റ്റർ പറഞ്ഞു. ഇക്കോ എന്ന വാക്കിനർത്ഥം വീടെന്നാണ്. വീട്, നാം എല്ലാം ഒരു വീട്ടിലെ അംഗങ്ങളാണ്. നമുക്കെല്ലാം കൂടി ഒരു വീടേ ഉള്ളൂ, പൊതുവായി ഒരു വീടേ ഉള്ളൂ. ആ വീടിനെയാണ് നാം ഭൂമി എന്ന് വിളിക്കുന്നത്. ആ ഭൂമിക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ വിഷമം നമുക്കും നേരിടും. P. ഗിരിജ, M. വിജയരാജൻ, T. രവീന്ദ്രൻ ഈയക്കാട്, K. സുരേഷ്, PP പത്മനാഭൻ എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു. മുസ്ലിം കുടുംബങ്ങളിലെ ഇളമുറക്കാർ റംസാൻ മാസത്തിനോട് വിട പറയുന്നത് മൈലാഞ്ചിയുടെ ചടങ്ങോട് കൂടിയാണ്. കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയുടെ വേദി കൂടിയാണ് ഈ ചടങ്ങ്. റംസാൻ മാസം അവസാനത്തോടടുക്കുമ്പോൾ റംസാൻ ആഘോഷത്തിലെ പ്രാധാന്യമേറിയ മൈലാഞ്ചിയുടെ ചടങ്ങുകൾ നടക്കുകയാണ്. മുസ്ലിം കുടുംബങ്ങളിലെ ഇളമുറക്കാരുടെ കൂട്ടായ്മയുടെ വേദി കൂടിയാണിത്. പണ്ട് കാലങ്ങളിൽ മൈലാഞ്ചി അരച്ച് മലർക്കയിൽ ചൂടുന്നതും വിസ്മൃതിയിലായപ്പോൾ വർണ്ണക്കൂടുകളിൽ നിറച്ച മൈലാഞ്ചി ചാറുകളാണ് ഇപ്പോൾ ചടങ്ങുകൾക്ക് കൂടുതലായും ഉപയോഗിച്ചു വരുന്നത്. ഇലകൾ പറിച്ചെടുത്ത് ചുവപ്പിച്ച ആ പഴയ നാളുകൾ കാണാമറയത്താവുകയാണ്. പെരുന്നാളുകൾക്കും കല്യാണ ആവശ്യങ്ങൾക്കും മാപ്പിള തരുണികളുടെ ഉള്ളം കൈകൾക്ക് ചുവപ്പണിയിക്കാൻ കോണുകളിലായി വരുന്ന മൈലാഞ്ചി കൂടുകൾ തന്നെ വേണമെന്ന അവസ്ഥയാണിന്ന്. മൈലാഞ്ചി ചെടിയിൽ നിന്നും കൂട്ടായ്മയോടെ മൈലാഞ്ചി ചെടി പറിച്ചെടുത്തും അരച്ചെടുത്തും മണവാട്ടി പെണ്ണിൻ്റെ കയ്യിൽ ചൂടിയ പഴയ കാലത്തു നിന്നും വ്യത്യസ്തമായി കോണുപയോഗിച്ച് ഡിസൈനുകൾ തീർക്കുന്നിടത്തേക്ക് മാറിയിരിക്കുകയാണ്. മൈലാഞ്ചി കോണുകൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ തിരിച്ചറിഞ്ഞാവണം ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലും മൈലാഞ്ചി അരച്ച് തന്നെ ഉപയോഗിക്കുന്നത്. ഇളമുറക്കാരായ പെൺകുട്ടികൾ പറമ്പിലെ മൈലാഞ്ചി മരത്തിൽ നിന്നും കൂട്ടായ്മയോടെ ആഘോഷത്തോടെ പറിച്ചെടുത്ത് അമ്മിയിൽ അരച്ചെടുത്ത് കയ്യിൽ ചൂടുന്നത്. പാട്ടുപാടിയും കിസ പറഞ്ഞും ഇവർ ചെറിയ പെരുന്നാൾ ഇത്തരത്തിൽ ആഘോഷിക്കുകയാണ്.
മഴയിൽ കുളിരണിഞ്ഞ വ്രതാനുഷ്ഠാന കാലത്തിന് വിട. തക്ബീർ ധ്വനികളിൽ മനസ്സിൽ നന്മ പെയ്തിറങ്ങുന്ന ആഹ്ലാദ പൂത്തിരിയുമായി ഈദുൽ ഫിത്തർ. മണ്ണിലും വിണ്ണിലും നാഥന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ചെറിയ പെരുന്നാൾ ആഘോഷ പൊലിമയിലാണ് വിശ്വാസികൾ. എല്ലാ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. AIYF ജില്ലാ ക്യാമ്പ് ജൂലൈ 18 മുതൽ പയ്യന്നൂർ മയൂര ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. AIYF ജില്ലാ ക്യാമ്പ് ജൂലൈ 18, 19 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. പഠന ക്ലാസ്, പ്രഭാഷണം തുടങ്ങിയ പരിപാടികൾ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. 13 മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ജൂലൈ 18 ഉച്ചയ്ക്ക് 2 മണിക്ക് മയൂര ഓഡിറ്റോറിയത്തിലെ അൻസിൽ നഗറിൽ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MS നിഷാദ്, KV രജീഷ്, P ബാലൻ, P ബിനു എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പിലിക്കോട് CKNS GHSന്റെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് മൈലാഞ്ചി അണിയിക്കൽ മത്സരം നടത്തി. മത്സരത്തിൽ 27ഓളം ടീമുകൾ പങ്കെടുത്തു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള മൈലാഞ്ചിടൽ മത്സരം നടന്നത്. മത്സരത്തിൽ 27ഓളം ടീമുകൾ പങ്കെടുത്തു. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന മത്സരത്തിൽ വിദ്യാർത്ഥികൾ ആവേശപൂർവ്വമാണ് പങ്കെടുത്തത്. പെരുവാമ്പ ടൗൺ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നോമ്പുതുറയിൽ പ്രദേശത്തെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ സംബന്ധിച്ചു. പെരുവാമ്പ ടൗൺ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമൂഹ നോമ്പുതുറയ്ക്ക് ടൗൺ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഷീദ് MP, ബൂത്ത് പ്രസിഡന്റ് ആദർശ് K, സെക്രട്ടറി നിജിൻ കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നോമ്പുതുറയിൽ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമൂഹ നോമ്പുതുറയിൽ പങ്കാളികളായി. സമസ്ത പുളിങ്ങോം റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ കുപ്പോളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഷറഫുദ്ദീൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. കുന്നച്ചേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെ രാമായണ മാസാചരണം നടത്തുന്നു. രാമായണ മാസാചരണ പരിപാടി ക്ഷേത്രം മന്ദിതിരിയൻ K കൃഷ്ണൻ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം സ്ഥാനികരുടെ സാന്നിധ്യത്തിൽ അന്തിതിരിയൻ K കൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷനായി. സെക്രട്ടറി VM ചന്ദ്രൻ, C ശ്രീധരൻ, KV മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കക്കുന്നം പത്മനാഭന്റെ രാമായണ പാരായണവും നടന്നു. മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ആൻഡ് യൂത്ത് ലീഗിന്റെയും മാതമംഗലം ഹരിത പച്ചക്കറിയുടെയും ആഭിമുഖ്യത്തിൽ മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘം ബ്ലൈൻഡ് അംഗങ്ങൾക്ക് റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ആൻഡ് യൂത്ത് ലീഗിന്റെയും ഹരിത പച്ചക്കറി മാതമംഗലത്തിന്റെയും ആഭിമുഖ്യത്തിൽ മാതമംഗലം ആശ്രയ സ്വാശ്രയ സ്വയം സഹായ സംഘം ബ്ലൈൻഡ് അംഗങ്ങൾക്കുള്ള റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. എർമംകുറ്റൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ KK മൻസൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ ഒരു പറ്റം ആൾക്കാർക്കാണ് നമ്മുടെ ഈ പ്രദേശത്തെ വിവിധ മേഖലയിലുള്ള ആൾക്കാർ നൽകിയ സ്നേഹ സ്വാതന്ത്ര്യമായ ഈ പുണ്യകർമ്മത്തിൽ പങ്കുചേരാൻ അത് വിതരണം ചെയ്യാൻ സാധിച്ചതിൽ രമേശൻ K അധ്യക്ഷനായി. ശോഭ KE, രവി PV, ഗോവിന്ദൻ P തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ വിദ്യാപീഠം കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ സെക്രട്ടറി M പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ വിദ്യാപീഠം കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതനുഷ്ഠിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ആത്മബലത്തെക്കുറിച്ചുമൊക്കെ ഒരു ചെറു വിവരണം അവരുടെ ബഹുമാനപ്പെട്ട വിദ്യാപീഠം കോളേജ് പ്രിൻസിപ്പൽ വാസു ചോറോട് അധ്യക്ഷത വഹിച്ചു. ബഷീർ ഏടാട്ട് ഉസൈനാർ ഇഫ്താർ സന്ദേശം നൽകി. മലയാളം വിഭാഗം തലവൻ കൃഷ്ണൻ നടുവലത്ത് ആശംസയും രവി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മാത്തിൽ വൈപ്പിരിയം മദർ സ്കൂളിൽ ഇഫ്താർ സംഗമം നടന്നു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ജനാബ് ഇസഹാഖ് പാലക്കാട് സംസാരിച്ചു. പ്രിൻസിപ്പൽ മണി നായർ, സരള, ബീന നമ്പ്യാർ, PP സുരേഷ് ബാബു, രാജൻ പെരിങ്ങോത്ത് എന്നിവർ നേതൃത്വം നൽകി. മാറ്റൊലി
ഇംഗ്ലീഷ് മരുന്നുകളുടെ വില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. പ്രതികരണങ്ങളിലേക്ക്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെ വിൽപ്പനയിലൂടെയാണ്. സ്വകാര്യ കമ്പനികൾ അതിൻ്റെ ഉൽപ്പാദന ചെലവിൻ്റെയും എത്രയോ ഇരട്ടിയിലാണ് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും മരുന്നിൻ്റെ പേരിൽ പണം ഈടാക്കുന്നത്. വിലനിർണ്ണയാധികാരം കമ്പനികൾക്ക് കൊടുക്കുന്നത് മൂലം വളരെ ചൂഷണം സഹിക്കേണ്ടി വരുന്ന ജനവിഭാഗം നമ്മൾ ഇന്ത്യയിലുണ്ട്. പെട്രോളിൻ്റെ വില അവർ ഇടക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്ന് കമ്പനികളുടെ വിലനിർണ്ണയാധികാരം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതോടുകൂടി സമൂഹത്തിൽ ഉണ്ടാകുന്ന ചൂഷണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ജീവരക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ ഒരുപാട് മരുന്നുകളുടെ സേവനങ്ങളും അതുപോലെ തന്നെ മരുന്നുകളും നമുക്ക് ലഭ്യമാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവും. സുപ്രീം കോടതിയുടെ വിധി മരുന്നിൻ്റെ വില സുപ്രീം കോടതി ഗവൺമെൻറ് തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത്. അതിന് കൂടുതൽ നമ്മൾ അംഗീകരിക്കുന്നു. അവിടെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി അറിയിപ്പുകൾ. സർവശിക്ഷ അഭിയാൻ പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ഉപജില്ലയിലെ LP UP അധ്യാപക പരിശീലനം ജൂലൈ 21 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. അധ്യാപകർ വിഷയാടിസ്ഥാനത്തിൽ BRC ഹാൾ പയ്യന്നൂർ ബോയ്സ് ഗേൾസ് ഹൈസ്കൂളിലും പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ എന്നിവർ അറിയിക്കുന്നു. പയ്യന്നൂർ ജനമൈത്രി പോലീസിന്റെയും അൽസലാമ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കും ഡ്രൈവർമാർക്കും വേണ്ടി ജൂലൈ 17 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കേന്ദ്രത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനയും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. ഹോമിയോപ്പതിക് ഡിപ്പാർട്ട്മെന്റ്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് NRHM ഹോമിയോപ്പതി ഡിസ്പെൻസറി, കൈരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ, കൈരളി വായനശാല ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂലൈ 18 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് റെസിഡൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് മഴക്കാല രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണ വീഡിയോ ക്ലാസും സൗജന്യ പ്രതിരോധ മരുന്ന് വിതരണവും നടത്തുന്നു. പയ്യന്നൂർ പാചക കലാസംഘം കുടുംബാംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നു. അർഹരായവർ ജൂലൈ 20 മുൻപായി ഉത്തരവാദപ്പെട്ടവരുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് 9495868583 9447037568 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കതിരൂർ മനോജ് വധക്കേസിൽ TI മധുസൂദനെ പ്രതി ചേർത്തത് ഗൂഢോദ്ദേശത്തോടെയാണെന്ന് CPIM. സംഭവത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ നടന്ന പൊതുയോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഹക്കിംവധം നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി വന്ന വിനോദ് രാമതളിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംയുക്ത സമരസമിതി അംഗം T വിശ്വനാഥൻ നിരാഹാരം ആരംഭിച്ചു. തൃക്കരിപ്പൂരിലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. കൂടുതൽ വിശദീകരണങ്ങളുമായി SNDP നേതാക്കൾ തന്നെ രംഗത്ത്. പുതിയങ്ങാടിയിൽ നിന്നും പുതിയ വളപ്പ് ഭാഗത്തേക്കുള്ള CK റോഡ് ചെളിക്കുളമായി. പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെ ജനം ദുരിതത്തിൽ. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന SLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊതുകു നശീകരണത്തിനും തവളകളെ സംരക്ഷിക്കാനുമായി വീട്ടിൽ തവളക്കുളമൊരുക്കി പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ മുസ്ലിം ഭവനങ്ങളിൽ മൈലാഞ്ചി അണിഞ്ഞ് മൊഞ്ചത്തിമാർ. ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.